കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയി. ഫ്രണ്ടിൻ്റെ പെങ്ങളുകുട്ടി പ്രസവിച്ചു. അപ്പോൾ കുഞ്ഞിനെ കാണാനൊക്കെ ആയിട്ട് ഞാൻ പോയതാണേ. അവിടെ ചെന്നപ്പോൾ ഒത്തിരി സങ്കടമായി. കാരണം ഈ കുട്ടി അവൾ പ്രസവിച്ച കുഞ്ഞിനെ നോക്കില്ല, പാല് കൊടുക്കില്ല. രാത്രി മുഴുവൻ എൻ്റെ ഫ്രണ്ടിനോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും, ആങ്ങളയോട്. വല്ലാത്തൊരു മാനസികാവസ്ഥ. അപ്പോൾ ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു അത് ഡെലിവറിക്ക് ശേഷം വരുന്നൊരു സ്ട്രെസ്സാണ്, ഡിപ്രഷനാണെന്ന് പറഞ്ഞു. നമ്മുടെ കുട്ടികളുടെ, പ്രത്യേകിച്ച് പെൺകുട്ടികളുടെയൊക്കെ മാനസികാരോഗ്യത്തിൽ എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട്. മാനസികാരോഗ്യം വല്ലാതെ കുറഞ്ഞു പോവുകയാണ്. ഒരുപക്ഷെ പ്രസവത്തിന് ശേഷം അവർ അനുഭവിക്കുന്ന ആ പെയിനും സ്ട്രെസ്സും ഉറക്കക്കുറവും ശരീരത്തിലും മനസ്സിലൊക്കെ ഉണ്ടാകുന്ന മാറ്റങ്ങളൊക്കെ ആയിരിക്കാം. അതുകൊണ്ട് തന്നെ ആയിരിക്കാം പല അമ്മമാരും ആ സ്ട്രെസ്സിൻ്റെ തുടർച്ചയായിട്ട് കുഞ്ഞുങ്ങളെ ആറ്റിലെറിഞ്ഞു കൊല്ലുന്നതും ഉപദ്രവിക്കുന്നതും ഒക്കെ. പക്ഷേ ആ മാനസികാരോഗ്യത്തിൽ വരുന്ന വ്യത്യാസവും സ്ട്രെസ്സും ഡിപ്രഷനൊക്കെ ആ കുടുംബാംഗങ്ങൾക്ക് പലർക്കും അറിയില്ല. അപ്പോൾ ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ച് കൊണ്ടുവരുന്നതിന് മുമ്പ് ആ യുവാവ് അല്ലെങ്കിൽ ആ കുടുംബാംഗങ്ങൾ എല്ലാവരും തന്നെ ഈ പെൺകുട്ടിയുടെ ഈ ഇത്തരം സ്ട്രെസ് മാനേജ്മെൻറ്റിനെ കുറിച്ച് ബോധവാന്മാരായിരിക്കണം. അപ്പോൾ അതുകൊണ്ട് കല്യാണത്തിന് മുമ്പ് ചില സമുദായങ്ങളൊക്കെ പ്രീ മാരേജ് കൗൺസിലിംഗ് ഒക്കെ കൊടുക്കുന്നുണ്ട്. അത് വിവാഹിതരാകാൻ പോകുന്ന യുവാവിന് യുവതിക്കും മാത്രം പോരാ, ആ കുടുംബാംഗങ്ങളെ കൂടെ ഒന്ന് ബോധവൽക്കരിക്കണം, അവരുടെ അറിവില്ലായ്മ പറഞ്ഞു കൊടുക്കണം. ഞാനീ പറഞ്ഞ പെൺകുട്ടിക്കുള്ള പ്രശ്നമെന്ന് വെച്ചാൽ ആ കുട്ടിയുടെ മദറിൻലോ, ഭർത്താവിൻ്റെ അമ്മ, അവരോടുള്ള ചില സമീപനത്തിലുണ്ടായ മാനസിക വിഷമങ്ങളാണ് കുട്ടി ഇത്രയും ഡിപ്രസ്ഡ് ആവാൻ കാരണം. അപ്പോൾ മാനസികാരോഗ്യമുള്ള ഒരു തലമുറ വളർന്നു വരണമെങ്കിൽ മാനസികാരോഗ്യമുള്ള വ്യക്തികൾ ഉണ്ടാവണം, മാനസികാരോഗ്യമുള്ള കുടുംബാംഗങ്ങൾ ഉണ്ടാവണം. അതുകൊണ്ട് ഇനിയുള്ള വിവാഹങ്ങളൊക്കെ നടത്തുന്നതിന് മുമ്പ് യുവാവിനെയും യുവതിയെയും ബോധവൽക്കരിക്കുന്നതിനൊപ്പം നല്ല ക്ലാസ് കൊടുക്കുന്നതിനൊപ്പം കുടുംബാംഗങ്ങൾക്കും ഒരു സ്റ്റഡി ക്ലാസ് കൊടുക്കണം. എന്നാലേ ഇവരിതെല്ലാം ഉൾക്കൊള്ളാൻ പ്രാപ്തരാകൂ. ബി ഹാപ്പി.